ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഒരു വെൽഡർ എന്ന നിലയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള ടോപ്പിക്കുകളുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ടേംസിനെ വിശദീകരിക്കുക. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് കറണ്ട്, പ്രഷർ, റെസിസ്റ്റൻസ് ഇങ്ങനെ ഇവയൊക്കെ തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഒരുവിധം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് പോകാം. ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ എന്തായാലും ഇതൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം വെൽഡർ എന്ന് പറയുമ്പോൾ നമ്മളത് ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി വളരെ 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 പ്രാധാന്യമാണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്, ഇലക്ട്രിസിറ്റിയാണ് അവസാനം എന്തായിട്ട് മാറുന്നത്, ഹീറ്റിലേക്ക് കൺവേർഷൻ ആവുന്നത് അല്ലേ. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി ഈസ് എ കൈൻഡ് ഓഫ് ഇൻവിസിബിൾ എനർജി വിച്ച് ഈസ് capable ഓഫ് ഡൂയിങ് വർക്ക് സച്ച് ആസ് ബേണിംഗ് ഓഫ് ലാമ്പ്, റണ്ണിങ് ഓഫ് ഫാൻസ്, മോട്ടോഴ്സ്, മെഷീൻസ് എക്സെട്ര, പ്രൊഡ്യൂസിങ് ഹീറ്റ് ബൈ ക്രിയേറ്റിംഗ് ആൻ ആർക്ക് ബൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽസ്. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നുമല്ല, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അഥവാ വൈദ്യുതി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അദൃശ്യ ഊർജം തന്നെയാണ്, അഥവാ ഒരു ഇൻവിസിബിൾ എനർജി തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാമാണ്, ലാമ്പുകൾ ബേണിംഗ് ചെയ്യാം, അഥവാ ലാമ്പുകൾ എന്ത് ചെയ്യാൻ സാധിക്കും, കത്തിക്കാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഫാൻ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോട്ടോർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷീൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ നമ്മൾ വെൽഡിങ്ങിൽ അതാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നാലും ഒരു ആർക്ക് ക്രിയേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ അതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തീർച്ചയായിട്ടും വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ അതുപോലെ തന്നെ ബൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽസിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് വൈദ്യുത പ്രതിരോധത്തിന് ഒക്കെ ഇതൊക്കെ എന്താണ്, എന്തിന്റെ കഴിവുകളാണ്, നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ചെയ്യാൻ കഴിവുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു സ്ലോഗൻ കൊടുത്തിരിക്കുന്നു. അതായത് സ്ലോഗൻ എന്നും പറയാൻ പറ്റത്തില്ല, ഒരു വാസ്തവമാണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു പ്ലേ വിത്ത് ഇലക്ട്രിസിറ്റി. മോനെ, ഇലക്ട്രിസിറ്റിയോട് കളിച്ചാൽ വിവരം അറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് കളിക്കുന്നത് അപകടകരമാണ്. എത്ര വലിയ ഇലക്ട്രീഷ്യൻ ആയിരുന്നാലും ആൾ എന്ത് ചെയ്യുക, ടെസ്റ്റർ ഉപയോഗിക്കാതെ ഞാൻ വലിയ ഇലക്ട്രീഷ്യൻ ആണ് എന്ന രീതിയിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ടെസ്റ്റർ ഉപയോഗിക്കാതെ കൈ എടുത്തിട്ട് പ്ലഗിലേക്ക് ഇടുമോ? ഇല്ല. അപ്പൊ എത്ര വലിയ ആളായിരുന്നാലും, എത്ര വലിയ ഇലക്ട്രീഷ്യൻ ആയിരുന്നാലോ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ വെൽഡർ ആയിരുന്നാലോ ഒക്കെ തന്നെയും ഇലക്ട്രിസിറ്റിയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ. അവിടെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് നല്ല ഒന്നാന്തരം പണി മേടിക്കലാകും. സോ എത്ര സേഫ്റ്റി എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്, ആ സേഫ്റ്റി എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതൊക്കെ ധരിച്ചിരിക്കണം. വെൽഡിങ് ചെയ്യുമ്പോൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട സേഫ്റ്റി എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ധരിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി ആദ്യമായിട്ട് നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കിയാലോ. ഇലക്ട്രോൺസ് ഇൻ മോഷൻ ഈസ് കാൾഡ് കറണ്ട്. സിമ്പിൾ പോയിന്റ് ആണല്ലോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോൺ ഇൻ മോഷൻ ഈസ് കാൾഡ് കറണ്ട്. അതിൽ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് അഥവാ ചലിക്കുന്നതായിട്ടുള്ള ഇലക്ട്രോണുകളെ നമുക്ക് വൈദ്യുതി എന്ന് പറയാം. അത്രേ ഉള്ളൂ അല്ലേ. ഇലക്ട്രോൺസ് ഇൻ മോഷൻ, ചലിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോയിന്റ് നോക്കിയേ. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് മെഷർഡ് ഇൻ ആംബിയേഴ്സ്. അപ്പം എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെ അഥവാ എന്താണ്, ഫ്ലോയെ എന്ത് ചെയ്യുന്നു, ആ ഫ്ലോയുടെ റേറ്റിനെ മെഷർ ചെയ്യുന്നത് ആംബിയറിലാണ്. ഇലക്ട്രോണുകളുടെ ഒഴുക്കിന്റെ ഫ്ലോയുടെ ആ ഒരു റേറ്റ്, നിരക്ക് എന്ന് പറയുന്നത് ആംബിയറിലാണ് മെഷർ ചെയ്യുന്നത്, അളക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ നമ്മൾ ആംബിയർ മീറ്റർ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മീറ്റർ എന്നോ പറയുന്നു. സോ ആംബിയർ മീറ്റർ എന്നോ അല്ലെങ്കിൽ അമ്മീറ്റർ എന്നോ പറയുന്നു. സോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇലക്ട്രിക് ആംപിയർ എന്തുപയോഗിച്ച് മെഷർ ചെയ്യുന്നു, മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? അമ്മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ആംപിയർ മീറ്റർ എന്ന് പറയാം. സോ ഇലക്ട്രോണിക് കറണ്ടിന്റെ ആ ഒരു യൂണിറ്റ് എന്താണ്, എന്തുകൊണ്ട് മെഷർ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആംപിയർ ആണെന്നും പറയാൻ സാധിക്കണം. അടുത്തത് ഇലക്ട്രിക്കൽ പ്രഷർ ഓർ വോൾട്ടേജ് എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഷർ വിച്ച് മേക്ക് ദ ഇലക്ട്രിക് കറണ്ട് ടു ഫ്ലോ. അതായത് നമുക്കിപ്പം എന്ത് ചെയ്യണം, വൈദ്യുതി
പ്രവാഹത്തിന് വേണ്ടിയിട്ട് കാരണമാകുന്നതായിട്ടുള്ള ഒരു മർദ്ദം ഉണ്ടായിരിക്കും, ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ പ്രഷർ വിച്ച് മേക്ക് ദ ഇലക്ട്രിക് കറന്റ് ഫ്ലോ. ഇലക്ട്രിക് കറന്റ് ഫ്ലോ ആകുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രഷറിനെ ഇലക്ട്രിക് പ്രഷർ എന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വോൾട്ടേജ് എന്നോ പറയാം. ഇറ്റ് ഈസ് കാൾഡ് വോൾട്ടേജ് ഓർ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇതിനെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് EMF എന്നോ വോൾട്ടേജ് എന്ന് പറയുന്നു. ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് വോൾട്ട് അഥവാ V എന്ന് പറയുന്ന സിമ്പിൾസ് യൂസ് ചെയ്യുന്നു. ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് കാൾഡ് വോൾട്ട് മീറ്റർ. അപ്പം അതുകൊണ്ട് അതും കംപ്ലീറ്റ് ആയി. ദെൻ അടുത്തത് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആണ്. സോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? കടന്നു പോകുന്നതായിട്ടുള്ള ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത് ഒരു വസ്തുവിന്റെ എന്താണ് എന്നാണ് പറയുന്നത്? പ്രോപ്പർട്ടിയാണ്. സോ ഈ ഒരു പ്രോപ്പർട്ടിയെ തന്നെയാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ഈ മെറ്റീരിയലിലൂടെ കൂടുതൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു, എന്നാൽ ഇതിലൂടെ കടന്നു പോകുന്നില്ല എന്നൊക്കെ പറയില്ലേ. സോ ഇറ്റ് ഈസ് മെഷറിംഗ് യൂണിറ്റ് ഇസ് ഓം ആൻഡ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഓം മീറ്റർ ഓ മെഗർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ കടന്നു പോകുന്ന ആ ഒരു വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്നത് ഒരു വസ്തുവിന്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇതിനെ അളക്കുന്നത് ഓമാണ്. അളക്കുന്ന ഉപകരണം ഓം മീറ്റർ അല്ലെങ്കിൽ മെഗർ എന്നാണ് അതിനെ പറയുന്നത്. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ചേഞ്ചസ് ആസ് ഗിവൺ ബിലോ. അപ്പൊ അതെന്താണെന്നൊക്കെ നോക്കാം. എന്തൊക്കെയാണ്? ഇഫ് ദ ലെങ്ത് ഈസ് മോർ ദ റെസിസ്റ്റൻസ് വിൽ ആൾസോ ബി മോർ. അതായത് ആ ഒരു വസ്തുവിന്റെ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അത് വൈദ്യുതി കടന്നു പോകുന്നതിനെ പ്രതിരോധിക്കുന്നത് കൂടുതലായിട്ടായിരിക്കും. ദെൻ വസ്തുവിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിക്കാം. ദ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ സവിശേഷതയെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു റെസിസ്റ്റൻസ് കൂടുകയോ കുറയുകയോ വർദ്ധിക്കുകയോ കുറയുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് those substances through which electricity passes are called conductors. അതായത് ഒരു മെറ്റീരിയൽ ഇതൊരു ഒരു കോപ്പർ വയറാണ്. അപ്പൊ നമ്മൾ ഇവിടേക്ക് ഒരു ഇലക്ട്രിസിറ്റി കടന്നു വിട്ടാൽ ഇത് ഇവിടെ ഇപ്പുറത്തെത്തും. കാരണം ഇലക്ട്രിസിറ്റിയെ കടന്നു പോകുന്നു. സോ അത്തരത്തിലുള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നവയെയൊക്കെ നമ്മൾ എന്തെന്ന് പറയുന്നു? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? കോപ്പർ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, സ്റ്റീല്, കാർബൺ ഇവയൊക്കെ തന്നെ ഇതിന് ഉദാഹരണമാണ്. ആർ എക്സാമ്പിൾ ഓഫ് കണ്ടക്ടേഴ്സ്. ദ റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽസ് ലോ. അവയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്. സോ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈദ്യുതി കടത്തി വിടുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് കടത്തി വിടില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? കുറവാണ്. ദെൻ അടുത്തത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ്. അതും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ആയിരിക്കും. അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കുറ്റബോധം ഒന്നും വേണ്ട, ഇപ്പൊ മനസ്സിലായിക്കോളാം. Those substances through which electricity does not pass are called insulators. അതായത് കണ്ടക്ടറിലൂടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നു. കാരണം അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? വളരെ കുറവാണ്. ഇവിടെ റെസിസ്റ്റൻസ് വളരെ പ്രതിരോധം വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? മെറ്റീരിയലിനകത്തൂടെ വൈദ്യുതി വലിയ രീതിയിൽ കടത്തി വിടുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? ഗ്ലാസ്, മെക്ക, അതുപോലെ തന്നെ റബ്ബർ, ബേക്കലൈറ്റ്, പ്ലാസ്റ്റിക്, ഡ്രൈവുഡ്, ഡ്രൈ കോട്ടൺ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിന് ഇൻസുലേറ്റേഴ്സിന് ഉദാഹരണമാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, എന്താണ്, നമ്മൾ ഒരാൾക്ക് ഇപ്പൊ ഷോക്ക് ഏറ്റിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടൊക്കെ അടിക്കണം എന്ന് പറയാറില്ലേ? അതെന്തുകൊണ്ടാണ്? അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ദ റെസിസ്റ്റൻസ് ഓഫ് ദീസ് മെറ്റീരിയൽ ഇസ് ഹൈ. ഇത്തരത്തിലുള്ള മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പ്രതിരോധം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്കറിയുന്ന കാര്യമാണ്. കാരണം വൈദ്യുതി കടത്തി വിടാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഊഹിക്കാം. പിന്നെ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പാത്ത് ടേക്കൺ ബൈ ദ ഇലക്ട്രിക് കറണ്ട് ഡ്യൂറിങ് ഇറ്റ്സ് ഫ്ലോ. എവരി ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്രൈസസ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ്. ദ ഫണ്ടമെന്റൽ ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് ആർ സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്?
അതായത് മറ്റൊന്നുമല്ല, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആ ഒരു ഒഴുക്കിനിടയിൽ, അതിൻ്റെ ഫ്ലോയ്ക്കിടയിൽ അവർ സഞ്ചരിച്ചിട്ടുള്ള പാതയാണ്. സോ എവരി ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്രൈസസ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ്. എല്ലാ വൈദ്യുതിയുടെ ആ ഒരു പ്രവാഹത്തിലും വൈദ്യുതി ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, ഇലക്ട്രിക് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ വോൾട്ടേജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതായത് വൈദ്യുതി പ്രവാഹം എന്ന് പറയുന്നത് അതിൻ്റെ പ്രവാഹത്തിനിടയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ഒരു എന്താണ് വേ ആണ് അഥവാ പാതയാണ്. ഇറ്റ് ഈസ് ദ പാത്താണ്, വഴിയാണ്. ദെൻ എവരി ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്രൈസസ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ്. ഫണ്ടമെന്റലി രണ്ട് തരത്തിലുള്ള സർക്യൂട്ട് പറയുന്നു. അത് സീരീസ് സർക്യൂട്ടും സമാന്തര സർക്യൂട്ടും ആണ്. ദെൻ ഇനി ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് സീരീസ് സർക്യൂട്ട്, എന്താണ് പാരലൽ സർക്യൂട്ട്? അപ്പോൾ എന്താണ് പാരലൽ സർക്യൂട്ട് അല്ലെങ്കിൽ സീരീസ് സർക്യൂട്ട് എന്നൊക്കെ ഉള്ളതാണ് ഇനി നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്താണ് സീരീസ് സർക്യൂട്ട് എന്ന് നോക്കാം. The resistance of a circuit are connected in a series end to end, making only one path in which the current flows. അഥവാ ഒന്നുമില്ല, ഇവിടെ പറയുന്നത് നമ്മുടെ സീരീസ് സർക്യൂട്ടിൽ ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസസ് ഒരു സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് എൻഡ് ടു എൻഡ് വരെ വൈദ്യുതി ഫ്ലോ ആകുന്ന, ഇലക്ട്രിക് ഫ്ലോ ആകുന്ന ഒരു പാത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിർമ്മിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ, മേക്കിംഗ് ചെയ്യുന്നുള്ളൂ എന്ന് വേണം പറയുവാനായിട്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ടുള്ള പാരലൽ സർക്യൂട്ട് എന്താണ്? ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് സൈഡ് ബൈ സൈഡ് ടു ഈച്ച് അതർ വിത്ത് ദ എൻഡ് കണക്റ്റഡ് ടു പവർ സോഴ്സ്. അതായത് സമാന്തര സർക്യൂട്ട്, അത് പാരലൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തുമായിട്ടാണ്, ആ ഒരു പവർ സോഴ്സ് അഥവാ ഊർജ സ്രോതസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധിപ്പിച്ചിരിക്കുന്ന എൻഡുകൾ, അറ്റങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഉപയോഗിച്ചുകൊണ്ട് റെസിസ്റ്റൻസസ് പരസ്പരം സൈഡ് ടു സൈഡ് ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അഥവാ ഈ ഒരു പവർ സോഴ്സസുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എൻഡുകൾ ഉപയോഗിച്ച് റെസിസ്റ്റൻസസ് പരസ്പരം സൈഡ് ടു സൈഡ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു. സൈഡ് ബൈ സൈഡ് ആയിട്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് വായിച്ചിട്ട് വിട്ടാൽ മതി. ദെൻ അടുത്തത് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട്. പ്രിയപ്പെട്ടവരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നിങ്ങളുടെ ഈ പറയുന്ന വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ആൾട്ടർനേറ്റിംഗ് എന്താണ് AC DC മെഷീൻസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ആ ഒരു നിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം AC DCക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? എന്താ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ളതല്ല അല്ലേ. സോ അപ്പോൾ നമുക്ക് നോക്കാം. ഇലക്ട്രിക് കറണ്ട് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അറ്റ് എ സെർട്ടൈൻ നമ്പർ ഓഫ് ടൈംസ് പെർ സെക്കൻഡ് ഈസ് കാൾഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എക്സാമ്പിൾ 50 cycles mean it changes its directions 50 times per second. Its rate of change is called frequency. Example hertz. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത്. അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രവാഹ ദിശ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചേഞ്ചസ് ആകുന്നുണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്തിരിക്കുന്നു, ചേഞ്ചസ് ആകുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചിത തവണ ആ ഒരു പ്രവാഹത്തിൻ്റെ ദിശയും അതുപോലെ തന്നെ വ്യാപ്തിയും മാറ്റുന്ന വൈദ്യുത പ്രവാഹത്തെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അറ്റ് സർട്ടൈൻ നമ്പർ ഓഫ് ടൈംസ് പെർ സെക്കൻഡ് ഈസ് കാൾഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ പറയുന്നത് 50 സൈക്കിളുകൾ എന്നത് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് എന്താണ്, അത് സെക്കൻഡിൽ 50 തവണ ദിശ മാറുന്നു എന്നുള്ളതാണ്. 50 cycle means it changes its direction 50 times per second. Its rate of change is called frequency. ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി ചേഞ്ചസിനെയാണ് എന്തെന്ന് പറയുന്നത്, ആവൃത്തി എന്നോ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നോ വിളിക്കുന്നത്. സോ അതിനെ നമ്മൾ ഹെഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ. ഹെഡ്സ് എന്നാണല്ലോ ഫ്രീക്വൻസിനെ പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആയിട്ട് ഹെഡ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ അടുത്തത് ഡയറക്റ്റ് കറണ്ട് അഥവാ DC ആണ്. അവിടെ എന്താണ്, ഇലക്ട്രിക് കറണ്ട് വിച്ച് ഓൾവേസ് ഫ്ലോ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് നൗൺ ആസ് ഡയറക്റ്റ് കറണ്ട്. എക്സാമ്പിൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ഇലക്ട്രോണിക് ഡയറക്ഷൻ ഓർ പോസിറ്റീവ് നെഗറ്റീവ് കൺവെൻഷണൽ ഡയറക്ഷൻസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അഥവാ ഒരു പ്രത്യേക ദിശയിൽ എപ്പോഴും ഫ്ലോ ആകുന്ന, ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തെ ഇലക്ട്രിക് ഫ്ലോയെ ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കാം. നെഗറ്റീവ് മുതൽ പോസിറ്റീവിലേക്കോ ഇലക്ട്രോണിക് ദിശയിൽ നിന്ന് അങ്ങോട്ടോ
ദെൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് കൺവെൻഷനൽ ഡയറക്ഷനിലേക്കോ പോകുന്നുണ്ടാവും. സോ അതിനെ DC എന്ന് വിളിക്കുന്നു. ദെൻ അടുത്ത നമ്മുടെ ടോപ്പിക് എന്താണ്? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. സോ അതൊന്നും ഇല്ല, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി അപ്ലൈഡ് ലോ ഓഫ് ഇലക്ട്രിക്കൽ സയൻസ്. ഇലക്ട്രിക്കൽ സയൻസിൽ വളരെ വൈഡ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സയൻസ് ആണ്, ഇലക്ട്രിക്കൽ സയൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഓംസ് ലോ എന്ന് പറയുന്നത്. ദെൻ അടുത്ത എന്താണ്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് current, voltage and resistance which was studied in 1827 by George S. Ohm, mathematicians. Okay. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1827 ആണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, വൈദ്യുതി, വോൾട്ടേജ്, പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നിവയെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ വായിച്ചു വിട്ടാൽ മതി. ദ ലോ സ്റ്റേറ്റ്സ്, അത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് അറ്റ് എ കൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറണ്ട് വേരീസ് ഡയറക്ട്ലി ആസ് ദ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി ആസ് ദ റെസിസ്റ്റൻസ്. എക്സാമ്പിൾ, കറണ്ട് ഇൻക്രീസസ് വെൻ വോൾട്ടേജ് ഇൻക്രീസസ്, V is equal to IR, വേർ V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I കറണ്ട് ആണ്, R റെസിസ്റ്റൻസ് ആണ്. കറണ്ട് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആവുകയും ചെയ്യുന്നു. അതായത് മറ്റൊന്നുമില്ല, ഈ നിയമം എന്താണ് പ്രസ്താവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സ്ഥിരമായിട്ടുള്ള താപനിലയിൽ ആ ഒരു വൈദ്യുതി ധാര എന്ത് ചെയ്യുന്നു, നേരിട്ട് വോൾട്ടേജ് ആയിട്ടും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രതിരോധമായിട്ടും എന്ത് ചെയ്തിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഒരു കൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ടെമ്പറേച്ചറിൽ ദ കറണ്ട് വേരീസ് ഡയറക്ട്ലി ആസ് ദ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി ആസ് ദ റെസിസ്റ്റൻസ്. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസും ആകുന്നുണ്ട്. V is equal to IR. ദെൻ പ്രതിരോധം, റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് വൈദ്യുതി കുറയുകയും ചെയ്യുന്നു. അതാണ് അതിനകത്ത് പറയുന്നത്. ഇതിനടുത്ത് ആപ്ലിക്കേഷൻ ഓഫ് ഓംസ് ലോ ആണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലോ ലൈസ് ഇൻ ദ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ഫൈൻഡിങ് എനി വൺ വാല്യൂ when the other two values are known. The three forms which is Ohm's law may be written or shown below. Okay. സോ അതായത് മറ്റ് രണ്ട് വാല്യൂസ് എടുക്കുക, വാല്യൂ അറിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൂല്യം കണ്ടെത്തുന്നതിനുള്ള, സോ അത് അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ദ ലോ ലൈസ് പ്രാക്ടിക്കൽ യൂസ് ഫൈൻഡിങ് എനി വൺ വാല്യൂ വെൻ ദ അതർ ടു വാല്യൂസ്, ഏതെങ്കിലും രണ്ട് വാല്യൂ അറിയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ മറ്റ് അവിടെ ഉണ്ടാകുന്ന ഒരു വാല്യൂ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു മൂന്ന് ഇക്വേഷൻസ് നോക്കുക. I is equal to V by R, where I current in amperes, V എന്ന് പറയുന്നു, V is equal to I into R, where V voltage in volt, R is equal to V by R, where R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓം. സോ ഇത് ഒക്കെ എന്ത് ചെയ്യുക, വായിച്ച് തന്നെ വിടുക. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികം കണക്കുകളോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള ചാൻസസ് ഒന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ദെൻ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് ആർക്ക് വോൾട്ടേജ് ആണ്. ഫിഗർ നമ്പർ 3 shows an electric circuit used arc welding. After switching on the welding machines, when there is no arc created struck between the electrode tip and the base metal, then the voltage is shown in the voltmeter. The circuit is called open circuit voltage. ഫിഗർ നമ്പർ 3 എന്ന് പറയുമ്പം ഇവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഫിഗർ നമ്പർ 3. അപ്പം ആ ഒരു ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് വെൽഡിങ് മെഷീന് ഓൺ ആക്കിയതിന്റെ ശേഷം ഇലക്ട്രോഡ് ടിപ്പിനും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലിനും എന്ത് ചെയ്യുന്നു, ഇടയിലായിട്ട് ഒരു ആർക്ക് സൃഷ്ടിക്കപ്പെടാത്ത സമയത്ത് സർക്യൂട്ടിലെ വോൾട്ട്മീറ്ററിൽ കാണിക്കുന്ന V വോൾട്ടേജിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, the value of open circuit voltage will vary from 60 volt to 110 volt depending on the type of machines. അഥവാ ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിന്റെ ആ ഒരു വാല്യൂ മെഷീൻസിനനുസരിച്ച് 60 വോൾട്ട് മുതൽ 110 വോൾട്ട് വരെ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ് ദ വെൽഡിംഗ് മെഷീൻ ഇഫ് ദ ആർക്ക് സ്ട്രക്ക് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദ, സോ അതൊന്ന് നിങ്ങളായിട്ടൊന്ന് വായിച്ചു നോക്കുക.
ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് മെഷീൻ നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ഇലക്ട്രോഡിൻ്റെ ആ ഒരു ടിപ്പ് അഥവാ ആ ടിപ്പിനും അതുപോലെ തന്നെ ആ ഒരു ബേസിക് മെറ്റീരിയലിനും ഇടയിൽ ആർക്ക് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സർക്യൂട്ടിലെ വോൾട്ട്മീറ്റർ കാണിക്കുന്ന ആ ഒരു വോൾട്ടേജ് വി ആർക്ക് വോൾട്ടേജ് എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഈ ഒരു മെഷീൻ്റെ തരം അനുസരിച്ചുകൊണ്ട് ഈ ഒരു ആർക്ക് വോൾട്ടേജിൻ്റെ മൂല്യം 18 വോൾട്ട് മുതൽ 55 വോൾട്ട് വരെ എന്ത് ചെയ്യാൻ ഡിഫറൻസ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. then അടുത്തത് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇസ് അപ്ലൈഡ് ഇൻ വെൽഡിംഗ് എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കുക. In all above welding process, the electrical energy is converted heat energy which is used either melt the metal fully or heat them red hot condition and then melted by applying heavy pressure. So electricity is used very large extent in many welding processes. അതായത് ഈ പറഞ്ഞ എല്ലാ വെൽഡിംഗ് പ്രക്രിയകളായിരുന്നാലും അവിടെ ഇലക്ട്രിക്കലായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എന്താവും, ഒരു ഹീറ്റ് എനർജി ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു, കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അപ്പം ഇത് മെറ്റീരിയലിനെ പൂർണ്ണമായിട്ടും മെൽറ്റ് ആക്കുകയോ അല്ലെങ്കിൽ അതൊരു ചുട്ടുപഴുത്ത അവസ്ഥയിലേക്ക് മെൽറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ഹീറ്റ് ആക്കുകയോ ചെയ്യും. തുടർന്ന് ഒരു ഹൈ പ്രഷർ കൊടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനാൽ തന്നെ പല വെൽഡിംഗ് പ്രക്രിയകളിലും വൈദ്യുതി എന്ന് പറയുന്നത് വളരെ വലിയ അളവിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞത് അതായിരുന്നു. സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ 200 രൂപ ഫീസ് നൽകി ജോയിൻ ചെയ്യുക. അതല്ല അതിൽ ആ ഒരു ഫീസിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടെത്താവുന്നതാണ്. എങ്ങനെയായിരുന്നാലും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക്